സ്തുതിക്കുന്നു. തുടർന്നുള്ള അല്പസമയം ഞങ്ങളുടെ പൊന്നുകർത്താവിൻ്റെ പാദപ്പെടുത്തൽ അടിയങ്ങളായിരിക്കുമ്പോൾ ദൈവവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുകയും അവിടുത്തെ പുത്രനെ അടിയങ്ങളിൽ മഹത്വപ്പെടുത്തുകയും ചെയ്താലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തലനാകുന്ന പൗലോസ് ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിലുള്ള 11 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം കുറവാണ്, എങ്കിലും ആ വേദഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, അത് മുഴുവൻ വായിച്ചില്ലെങ്കിലും കുറച്ച് 14 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാം. പരിച്ഛേദനക്കാർ തന്നെ ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുതേ. മതിയാവും. അടുത്ത പദം കൂടെ വായിച്ചു. ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 2 നിലയിലുള്ളതാകുന്ന അനുഭവങ്ങളെക്കുറിച്ച്, 2 പ്രശംസകളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന് ജഡത്തിൽ പ്രശംസിക്കുക, മറ്റൊന്ന് ക്രൂശിൽ പ്രശംസിക്കുക. ജഡത്തിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ പുറമേയുള്ളതാകുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലും പുറമേ അവൻ ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കാനായി അവൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും അത് ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അതിലെപ്പോഴും മനുഷ്യന് പ്രശംസിക്കാനുണ്ട്. ഞാൻ എൻ്റെ ശക്തിയിൽ ഉപവസിച്ചാൽ എനിക്കതിൽ പ്രശംസിക്കാനുണ്ട്. എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ എനിക്കതിൽ പ്രശംസിക്കാനുണ്ട്. കാരണം ഞാൻ എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എൻ്റേതാകുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഇവിടെ അതിന് നേരെ വിപരീതമായിട്ട് ക്രൂശിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയുമില്ല. അവിടെ മുഴുവൻ കർത്താവ് ചെയ്തതാണ്. ദൈവം ചെയ്തതും മാത്രം അവിടെ കാണാൻ കഴിയുന്നു. അതിൽ മാത്രം പ്രശംസിക്കുന്നു. മറ്റു വാക്കിൽ പറഞ്ഞാൽ ഒരു ഭക്തി എന്നുള്ളത് ഭക്തിയുടെ വേഷം ധരിക്കുകയും അതിൻ്റെ ശക്തി ത്യജിച്ച് കളയുകയും ചെയ്യുന്നതാകുന്ന ഒരു കൂട്ടര് ജഡത്തിൽ പ്രശംസിക്കുന്നു. മറ്റൊന്ന് ക്രൂശിൽ പ്രശംസിക്കുന്നു. ക്രൂശ് അതിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ ചെയ്തതുകൊണ്ട് ക്രൂശിൽ തുടങ്ങി, ക്രൂശിൽ തുടർന്ന്, ക്രൂശിനാൽ അങ്ങ് ചെല്ലുന്ന ക്രിസ്തീയ ജീവിതം. ഈ 2 ജീവിതങ്ങളെ കുറിച്ചാണ്, 2 അനുഭവങ്ങളെ കുറിച്ചാണ്, 2 നിലയിലുള്ളതാകുന്ന പാതകളെ കുറിച്ചാണ് പൗലോസ്ലീഹ ഇവിടെ ഈ അവസാനം വിശദീകരിക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പ്രാരംഭമായിട്ട് ഞാൻ പറഞ്ഞു. ഈ 2 കാര്യങ്ങളെ കുറിച്ച് വളരെ വളരെ പ്രാധാന്യതയോടെയാണ് താൻ പറയുന്നത് എന്ന കാര്യവും ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. കാരണം നോക്കുവിൻ, ഞാൻ എത്ര വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അത് ഒരു പ്രത്യേക പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ, ഡു നോട്ട് മിസ് ദ മെസ്സേജ് ഐ എം കൺവേയിങ് ടു യു നൗ. It is so important. It is not merely a concluding part, but this is the gist and this is the essence of my whole gospel. ഇത് വെറുതെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപസംഹാരമല്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ മുഴുവൻ അന്തസത്ത അടങ്ങിയിരിക്കുന്ന വിഷയമാണിത്. അതുകൊണ്ട് ഡു നോട്ട് എവർ മിസ് ദിസ് മെസ്സേജ്. അതുകൊണ്ട് ഈ സന്ദേശം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് വലിയ അക്ഷരമായിട്ട് കാണത്തക്കതുപോലെ ഞാൻ നിങ്ങളുടെ മുൻപിൽ എഴുതിയിരിക്കുന്നത്. ഈ സന്ദേശം നഷ്ടപ്പെടരുത്. എന്ത് പൗലോസ് പറഞ്ഞു? പുറമേയുള്ളതല്ല, അതിനേക്കാൾ ഉപരി ഒരുവൻ
ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതുകൊണ്ടാണ് താഴോട്ട് പറയുന്നത്, പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല കാര്യം, പുതിയ സൃഷ്ടിയാകുന്നതത്രേ കാര്യം. പുതിയ സൃഷ്ടിയാകാതെ, ഉള്ളിൽ ജീവൻ ലഭിക്കാതെ, വീണ്ടും ജനന അനുഭവം പ്രാപിക്കാതെ ആരും സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല. അതുകൊണ്ടാണ് വലിയ അക്ഷരമായി പൗലോസ് ഇത് എഴുതുന്നത്. ഞാൻ പറഞ്ഞു, ദൈവസഭയ്ക്ക് വളരെ പ്രാധാന്യമുള്ള സന്ദേശമാണ്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചതുകൊണ്ടോ, ഞാൻ ആ നിലയിൽ വളർന്നു വന്നതുകൊണ്ടോ ഒന്നും സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല. ഞാൻ വീണ്ടും ജനിക്കണം. കാരണം എൻ്റെ പഴയ മനുഷ്യനിൽ എനിക്ക് യാതൊന്നും പുകഴാനില്ല. അത് നരകത്തിന് യോഗ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭയന്ന് കർത്താവിന്റെ ക്രൂശിങ്കലേക്ക് വരുമ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു. വീണ്ടും ജനിക്കാതെ ആരും സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, we must be born again. എനിക്കറിയാം ഇത് പെന്തക്കോസ്ത് സഭയില്ല പറയുന്ന പ്രസംഗമൊന്നും, പക്ഷേ പെന്തക്കോസ്ത് സഭയിൽ ഇത് വളരെ പ്രാധാന്യത്തോടെ പറയണം. കാരണം കർത്താവ് വരികയും ഈ സോക്കോൾഡ് പെന്തക്കോസ്തുകാര് പോകാതെയും ഇരുന്നാൽ, പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മളെ നാട്ടുകാർ തല്ലും. അത് അദ്ദേഹത്തിന്റെ ഇമാജിനേഷനാ, എന്തെങ്കിലും ആകട്ടെ, അതിനിടയാകരുത്. നാവേഷം കെട്ടിയിറങ്ങിയാൽ കൊരയ്ക്കണമെന്ന് പണ്ടുള്ളവർ പറയും. We have a name. നമുക്കൊരു പേരുണ്ട്. എന്താ പെന്തക്കോസ്തിന്റെ അനുഭവം? പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ചെയ്യുന്ന ക്രിയയാൽ, ദൈവവചനത്താൽ വീണ്ടും ജനിച്ച് ദൈവ മക്കളായി തീരുന്ന, വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്ന അനുഭവമാണ് പെന്തക്കോസ്റ്റലിസം. അതൊരു സമുദായമല്ല, അതൊരു സംഘടനയല്ല, അതൊരു സഭയല്ല, അത് അനുഭവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ചെയ്യുന്ന ക്രിയയാൽ വീണ്ടും ജനിക്കണം. ആ ഇന്റേണൽ റിലീജിയൻ ഇൻസൈഡ്, ഉള്ളിൽ നിന്നും. അപ്പൊ പുകഴാനൊന്നും ഇല്ലല്ലോ, കാരണം മുഴുവൻ കർത്താവ് ചെയ്തതാ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം വീണ്ടും ജനിച്ചത് കർത്താവ് കരുണ ചെയ്തത് കൊണ്ടാ. പിന്നെന്താ പുകഴാനുള്ളത്? എന്നാൽ അങ്ങനെ അല്ലെങ്കിൽ പുകഴാൻ ഒത്തിരി ഉണ്ട്. അതാ പൗലോസ് ഇവിടെ പറയുന്നത്. ജഡത്തിൽ പുകഴാൻ ഒരുപാട് പേർക്ക് ഒത്തിരിയുണ്ട്. എന്നാൽ വീണ്ടും ജനിച്ച് ഒരുവന് പുകഴാൻ ഒന്നുമില്ല എൻ്റെ പ്രിയരെ. പിന്നെ അവൻ പുകഴുന്നത് എന്തിലാണ് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പൗലോസ് പറയുകയാണ്, തൻ്റെ ഫോക്കസ് ഇവിടെ യേശു കർത്താവിന്റെ ക്രൂശിലാണ്. There are those who want to make a good impression in the flesh. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത്, പൗലോസ് പറയുകയാ, ഇറ്റ് ഫോക്കസസ് ഓൺ ക്രൈസ്റ്റ് ക്രോസ്. സുവിശേഷം എന്ന് പറയുന്നത് മുഴുവനും ക്രിസ്തുവിന്റെ ക്രൂശിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ ക്രൂശിലാണ് എനിക്ക് പ്രശംസിക്കാനുള്ളത്. ശ്രദ്ധിക്കണേ, ഞാൻ വളരെ ശാന്തമായിട്ട് ഈ കാര്യം പറയാൻ പോകുക. ഇതൊരു ഓൾഡ് സ്റ്റോറിയാ. പക്ഷെങ്കിൽ എനിക്ക് ഈ ഓൾഡ് സ്റ്റോറി പറയുന്നതാ വളരെ താല്പര്യം. ഇംഗ്ലീഷിൽ ഒരു മനോഹരമാകുന്ന കീർത്തനമുണ്ട്. ടെൽ മീ ദ ഓൾഡ് സ്റ്റോറി ഓഫ് ജീസസ് ആൻഡ് ഹിസ് ക്രോസ്. യേശുവിന്റെ ദിവ്യ സ്നേഹം എന്നോട് വർണ്ണിക്കുക. യേശുവിന്റെ ക്രൂശിനെ കുറിച്ച്. That is an old story, but it is forever new for a born again child of God. അതൊരു പഴയ സ്റ്റോറി ആണെങ്കിലും വീണ്ടും ജനിച്ച ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അതെന്നും പുതുമയുള്ളതാണ്. So I am going to focus your attention on the cross today. I love speaking. എനിക്ക് വളരെ സന്തോഷമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളത്. ക്രൂശിനെ കുറിച്ച് വർണ്ണിപ്പാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം സുവിശേഷവും
ലേഖനങ്ങളും വായിച്ചു നോക്കിയാൽ ഇത് മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിങ്കിലേക്കാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ തീമും ഇതായിരിക്കണം, നമ്മുടെ സന്ദേശവും ഇതായിരിക്കണം. സകലത്തിൻ്റെയും ആധാരം ക്രൂശായിരിക്കണം. നമ്മുടെ ഒബ്സഷൻ ക്രൂശായിരിക്കണം, ക്രിസ്തുവിന്റെ ക്രൂശായിരിക്കണം. എങ്കിൽ മാത്രമേ ക്രൂശിൽ നമുക്ക് പ്രശംസിപ്പാനായി കഴിയത്തുള്ളൂ. ഈ ഗലാത്യ ലേഖനം തന്നെ നമ്മളൊന്ന് സർവേ ചെയ്യാൻ പോകുകയാണ് വളരെ പെട്ടെന്ന്. നമ്മൾ അവസാനിപ്പിക്കുകയാണല്ലോ. ആകയാൽ നമ്മൾ ഈ ലേഖനം നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. അനേക സന്ദേശങ്ങൾ നമ്മൾ കേട്ടു. നമ്മൾ ഈ ലേഖനത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ പോകുകയാണ്. പൗലോസ് എന്തുകൊണ്ടാ ഇത്ര വലിയ അക്ഷരമായിട്ട് വളരെ പ്രാധാന്യത്തോടെ ഇത് എഴുതുന്നത്? അതിനൊരു കാരണമുണ്ട്. ഈ ലേഖനം ഉടനീളം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ക്രൂശിനെ കുറിച്ചാണ് ഓരോ സന്ദർഭത്തിലും തനിക്ക് പറയാനുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് അതൊന്ന് സർവേ ചെയ്യാം. 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരൂ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരൂ. അതിന്റെ 3 മുതൽ 5 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മളത് ഒന്ന് പറഞ്ഞതാ, പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ആ ക്രൂശിന്റെ വെളിച്ചത്തിൽ അതിനെ ഒന്ന് വീണ്ടും കാണാൻ പോകുക. സ്തോത്രം. നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറയത്തില്ല. യേശുവിന്റെ ക്രൂശിന്റെ വെളിച്ചത്തിൽ ആ വാക്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുക. 3 മുതൽ 5 വരെ. നോക്കുക, ഈ വേദഭാഗങ്ങള് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വാക്യങ്ങൾ മുഴുവൻ പറയുന്നത് ക്രൂശിനെ കുറിച്ച് അല്ലേ? ക്രൂശിനെ കുറിച്ച് മാത്രമാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്തെല്ലാം കാര്യമാണ് പറയുന്നത്? 1, യേശു കർത്താവ് തന്നെത്താൻ ഈ ക്രൂശിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. മറ്റൊന്ന്, പിതാവിന് അങ്ങനെ ഇഷ്ടം തോന്നി. നോക്കണം, തന്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവിന്റെ ഇഷ്ടപ്രകാരം പുത്രനെ നമുക്ക് വേണ്ടി തന്നു. എന്നാൽ പുത്രൻ പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചപ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത്, യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവ് പുത്രനെ തരുന്നു, പുത്രൻ തന്നെത്താൻ നമുക്കായി തരുന്നു. ഇതാ ക്രൂശിന്റെ ചിത്രം. 2, നമുക്ക് ആ ഭാഗം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക. 2, ഇത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ക്രൂശ് എന്നുള്ളത് പാപം നിമിത്തമാണ്. നമ്മളെല്ലാവരും പാപികളായിരുന്നു. നാം എല്ലാവരും ദൈവതേജസ് ഇല്ലാത്തവരായി. നാം എല്ലാവരും ദൈവത്തിങ്കിൽ നിന്ന് അകന്ന് ശത്രുക്കളായി തീർന്നപ്പോൾ, ശത്രുക്കളായിരുന്ന നമ്മെ ദൈവവും നമുക്കും ഇടയിലുള്ളതാകുന്ന ആ വലിയ ഗ്യാപ്പ് ഒന്ന് ബ്രിഡ്ജ് ചെയ്യുവാൻ തന്റെ ക്രൂശ് അതിന്റെ നടുവിലേക്ക് കൊണ്ടുവന്നു. ക്രൂശിൽ കൂടെ മാത്രമേ ഈ വലിയ ഗർത്തം കടന്ന് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. അല്ലാതെ ഒരു മാർഗവുമില്ല. യേശുവിന്റെ ക്രൂശിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. 2, അടുത്ത താഴോട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പർപ്പസ് എന്തായിരുന്നു? പൗലോസ് പറയുക, ഈ ലോകത്തിൽ നിന്ന്, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുക. എന്താ അതിന്റെ അർത്ഥം? മനസ്സിലാക്കണേ. 2 ഏജസ് ഉണ്ട്, 2 ലോകങ്ങളുണ്ട്. ഒരു ലോകത്തിന്റെ പ്രഭു ആരാന്നറിയാമോ? പിശാച്. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോട് ഒരു കാര്യവുമില്ല. എന്നാൽ ആ ലോകത്തിൽ നിന്ന്
മറ്റൊരു ലോകത്തിലേക്ക്, മറ്റൊരു രാജ്യത്തിലേക്ക്, തന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഒരു വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ ശരിയാകത്തില്ലല്ലോ. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 13-ാമത്തെ 12-13 വാക്യങ്ങൾ പെട്ടെന്ന്. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നോക്കുക. അപ്പൊ എവിടാക്കി? നേരത്തെ ആരായിരുന്നു രാജാവ്? പിശാച് നമ്മുടെ മേൽ രാജാവായിരുന്നു. പിശാച് നമ്മുടെ മേൽ അധികാരം നടത്തിയിരുന്നു. ആ ലോകത്തിന്റെ, ഈ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് നമ്മളെ എവിടോട്ട് കൊണ്ടുവന്നു? എങ്ങോട്ട് കൊണ്ടുവന്നു? പറഞ്ഞു, എങ്ങോട്ട് കൊണ്ടുവന്നു? സ്നേഹസ്വരൂപനാകുന്ന പുത്രന്റെ രാജ്യത്തിൽ. അപ്പൊ നമ്മൾ എവിടുത്തെ പ്രജകളാ? ദൈവരാജ്യത്തിലെ പ്രജകളാ, അല്ലേ? അതെവിടെ വെച്ച് തന്നെയാ തുടങ്ങിയേക്കുന്നത്? ഈ ഭൂമിയിൽ തന്നെ തുടങ്ങി. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ, എല്ലാവരും ശ്രദ്ധിക്കണേ, ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഈ ലോകത്തിൽ തന്നെ മറ്റൊരു ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തെ ഭക്തന്മാര് പാടിയത്, ഭൂവിൽ സ്വർഗ ജീവിതം ആരംഭിച്ചിടുന്നീതാ, ആവിയുടെ വാസമോ ജീവസൗരഭ്യം. നോക്കുക, പിന്നെ എന്തെല്ലാം തന്നെന്നറിയാമോ? നീതിയും സമാധാനവും. പിന്നെ അവസാനം പറയുന്നതിനറിയാം, സ്വർഗരാജ്യം ഭൂവതിൽ, പിന്നെ സ്വർഗവും. ക്രിസ്തീയ ജീവിതം എന്നെങ്കിലും ഒരിക്കൽ സ്വർഗത്തിൽ ചെന്ന് ചേരുന്നതല്ല. പിന്നെയോ സ്വർഗരാജ്യം ഭൂമി തുടങ്ങി, അതിന്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ മാത്രമാ സ്വർഗം. ഇവിടെ സ്വർഗരാജ്യത്തിൽ ജീവിക്കാത്ത ആരും സ്വർഗത്തിൽ പോകുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്തു? വിടുവിക്കുന്നു ക്രൂശ്. ഈ ദുഷ്ടലോകത്തിന്റെ സകല അതിന്റെ അല്യൂർമെന്റ്സിൽ നിന്നും നമ്മളെ വിടുവിച്ച് വേറൊരു ലോകത്തിലാക്കി ക്രൂശിൽ കൂടെ. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് എടുത്തു വായിച്ചേ. എനിക്ക് പറഞ്ഞു പോയാൽ കുഴപ്പമില്ല, പക്ഷെ എങ്കിൽ എടുത്തു വായിച്ചെങ്കിലേ നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് കിട്ടത്തുള്ളൂ. വായിച്ചേ. 6:6 വായിച്ചേ. ഞാൻ ലെറ്റ് മീ സീ. യെസ്, ഓക്കെ. അതിന്റെ മുകളിൽ, അതായത് 5-ാമത്തെ വാക്യം, 4-5 വാക്യങ്ങൾ ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും, യെസ്, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തി എവിടെ ആസ്വദിച്ചു? എവിടെ ആസ്വദിച്ചു? ഭൂമിയിൽ ആസ്വദിച്ചു. ആസ്വദിക്കുന്നുണ്ടോ? ഇവിടെ തുടങ്ങുകയാ. ആസ്വദിക്കുന്നുണ്ടോ? അങ്ങനെ അവസാനം പറയുന്നേ, ഞാൻ പറയുന്നതല്ല. അപ്പൊ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ ക്രൂശിൽ പുത്രനെ കൊടുത്തു. ചുമ്മാതൊന്നുമല്ല, വില കൊടുത്തു. എനിക്ക് അവിടെ നിന്നാൽ കൊള്ളാവുന്ന താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇനി അങ്ങനെ ഈ ലോകത്തിൽ നമ്മളെ വിടുവിച്ചപ്പം ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് എന്താ? ആ ഗലാത്യ ലേഖനം തന്നെ അതിന്റെ 1-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കുക. അപ്പൊ ക്രൂശ് ആദ്യം ഹൃദയത്തിൽ കൊണ്ടുവന്ന് തന്നത് എന്താ? എന്തൊക്കെയാ തന്നെ? കൃപയും സമാധാനവും. ന്യൂ ബോംബെയിൽ പാതാൾ ഗംഗ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയ.
അവിടെ റിലയൻസിന്റെ ഒരു വലിയ കോംപ്ലക്സ് ഉണ്ട്. ഒരിക്കൽ അവിടെ ജോലി ചെയ്യുന്നൊരു സഹോദരൻ ഞങ്ങളെ ആ പെട്രോ കെമിക്കൽസ് ഫാക്ടറി കൊണ്ടുപോയി ഞങ്ങളെ പല കാര്യങ്ങൾ കാണിച്ചു. പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് കണ്ടു. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അവിടുത്തെ അതിൻ്റെ അധികാരസ്ഥന്മാർ. എന്നിട്ട് പറഞ്ഞു, നോക്ക്, പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ മാത്രമല്ല, പിന്നെ ഞങ്ങളെ എടുത്ത് കാണിച്ചു, ഇത് കണ്ടോ. നോക്കിയപ്പം മനസ്സിലായി, നീല കളറുള്ള ഒരു സോപ്പ് ബാർ, റിൻ സോപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അത്രയൊരു ബാർ. അനുസരിച്ച് പറഞ്ഞു, ഇതിന്റെ ബൈ പ്രൊഡക്റ്റ്. പിന്നെയും പറഞ്ഞു, ഇത് മാത്രമല്ല ബൈ പ്രൊഡക്റ്റ്, സ്യൂട്ടിങ്ങിനുള്ള പല കെമിക്കൽസ്, വസ്ത്രത്തിനുള്ള പല ബൈ പ്രൊഡക്റ്റും ഇതിനകത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് പെട്രോ കെമിക്കൽസ്, എന്നാൽ ബൈ പ്രൊഡക്റ്റ് ഒത്തിരിയുണ്ട്. ഇതെല്ലാം കാണിച്ചു. ഞാൻ ചിന്തിച്ചു, ഇത് കൊള്ളാമല്ലോ. പക്ഷെ എന്റെ മനസ്സിലേക്ക് വേറൊരു കാര്യം ഓടി വന്നു. ബൈ പ്രൊഡക്റ്റ് അല്ല ലക്ഷ്യം. ബൈ പ്രൊഡക്റ്റ് ബോണസായിട്ട് കിട്ടുന്ന ബോണസാ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ബൈ പ്രൊഡക്റ്റ് ബോണസാ. പ്രധാനപ്പെട്ട പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാ കോടിക്കണക്കിന് രൂപ മുടക്കി ആ വലിയ പ്ലാന്റ് ഉണ്ടാക്കിയേക്കുന്നത്. ബൈ പ്രൊഡക്റ്റ് ആകുന്ന ചില്ലറ കാര്യം ഉണ്ടാക്കാനല്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മളൊന്ന് കാണണം. ഇന്ന് ബൈ പ്രൊഡക്റ്റ് ആണ് ഉയർത്തി കാണിക്കുന്നത്. തെറ്റി. ബൈ പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. കിട്ടിയ ബോണസ് മേടിച്ച് സന്തോഷത്തോടെ അനുഭവിച്ചു, ഒരു കുഴപ്പമില്ല, ബോണസ്. എന്നാ ബൈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടല്ല ക്രിസ്തു മരിച്ചത്. പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആകുന്ന കൃപയും സമാധാനവും തരാൻ വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. ഇന്ന് ബൈ പ്രൊഡക്റ്റാ പറയുന്നത്. They speak of a gospel of greed. Whereas the gospel, the epistles tell of the gospel of the grace of God. ദൈവ കൃപയുടെ സുവിശേഷത്തെ കുറിച്ച് സുവിശേഷവും ലേഖനങ്ങളും പറയുമ്പോൾ ഇന്ന് ആസക്തിയും ബൈ പ്രൊഡക്ഷനും ലഭിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് അനേകർ പറയുന്നത്. എന്നാൽ ക്രിസ്തു മരിച്ചത് അതിനല്ല. കൃപയും സമാധാനവും ഇന്ന് കിട്ടി. സ്നേഹസ്വരൂപനാകുന്ന പുത്രന്റെ രാജ്യത്തിൽ വന്നു, സ്വർഗരാജ്യം നോക്കി യാത്ര ചെയ്യുന്നു. ഇതിന്റെ എല്ലാത്തിൻ്റെയും മകുടമായിട്ട് അതിനെ സകലത്തെയും മഹത്വപൂർണമാക്കുന്ന വേറൊരു ഘടകം കൂടെ അവിടെയുണ്ട്. അതാ ഏറ്റവും വലുത്. അതെന്താ? അതിന്റെ 5-ാം വാക്യം ശ്രദ്ധിച്ചേ. അവന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. പ്രിയരെ, ഇതിന്റെ എല്ലാം പരമമായ ലക്ഷ്യം എന്തെന്നറിയാമോ? എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുകയും എല്ലാ മുഴങ്കാലും ആ തിരുമുൻപാകെ മടങ്ങുകയും ചെയ്ത് സർവഭൂമിയും ഒരുപോലെ ഏറ്റുപറയും യേശു കർത്താവെന്ന്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തത്താൽ വംശങ്ങളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന് ഒക്കെയുമുള്ളവരെ നിന്റെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അവൻ എന്നേക്കും മഹത്വം. ക്രൂശിൽ ആർക്കാ മഹത്വം? ജഡത്തിന് വല്ലതും പറയാനുണ്ടോ? ഒന്നുമില്ല. എനിക്ക് വല്ലതും പുകഴാനുണ്ടോ? ഒന്നുമില്ല. സകലവും അവിടെ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. അവിടുത്തേക്ക് എന്നേക്കും
ദൈവത്തിനാകും മഹത്വം. Let God be glorified. Let His name be praised. അവിടുന്ന് മാത്രം സ്തുതിക്കും സ്തോത്രത്തിന് യോഗ്യനാണ്. ലോകം ആ കാൽവറി ക്രൂശിൽ യെരുശലേമിന്റെ ആ വീഥികളിൽ കൂടെ വീണുമെഴുന്നേറ്റും നിന്ദിക്കപ്പെട്ടവനായി, അടിയേറ്റവനായി, മുൾമുടി ധരിച്ചവനായി നടന്നു പോകുന്ന യേശുവിനെ കണ്ടു. മറ്റൊരുവൻ വന്ന് ആ ക്രൂശിന്റെ ഭാരമൊന്ന് വഹിക്കാൻ തക്കവണ്ണം ആ റോമാക്കാരനുവദിച്ചു. അതനുവദിച്ചത് യേശുവിനോട് എന്തെങ്കിലും ദയ തോന്നിയിട്ടല്ല. പിന്നെയോ അവരത് അനുവദിച്ചത് അവർക്ക് മാക്സിമം ഈ ദോഷത്തിൽ നിന്നുള്ള സന്തോഷം അവർക്ക് കണ്ടു രസിക്കണം. ഈ വ്യക്തി ക്രൂശിൽ അവന്റെ കയ്യിലും കാലിലും ആണി തറച്ച് അവിടെ തൂക്കി മണിക്കൂറുകൾ കൊണ്ട് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നത് കണ്ടു രസിക്കണം. അതിനു മുൻപേ ഇവൻ മരിച്ചു പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് കുറേനക്കാരനാകുന്ന ശിമോന്റെ തോളിൽ തട്ടിയേച്ച് പറഞ്ഞു, come on, now help him. അവനെ നിർബന്ധിച്ചെന്നാ എഴുതിയേക്കുന്നത്. നിർബന്ധിച്ചു. റോമാക്കാർ പറഞ്ഞ പിന്നെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. പടയാളികൾ അവൻ ആ ക്രൂശ് ചുമന്നു. സ്വന്തമായിട്ട് ക്രൂശ് ചുമന്ന് പോകാൻ കഴിവില്ലാതെ ഇരുന്ന യേശുവിനെ ആ ക്രൂശിന്മേൽ അവിടുത്തെ കൈകാൽകരങ്ങൾ വിരിച്ചു, ആണികൾ തറച്ചു. എല്ലാ ലോകവും നോക്കി നിൽക്കെ അവനെ പരസ്യമാകുന്ന കാഴ്ചയാക്കി. കടന്നു പോകുന്നവരെല്ലാം തലകുലുക്കി. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കാം. കൂടെയുള്ള കള്ളന്മാർ, 2 കള്ളന്മാർ അവനെ ദൂഷിച്ചു. ഇത് ശിഷ്യന്മാരും കണ്ടതാ. അവരും ഈ കാഴ്ചയ്ക്ക് സാക്ഷികളാ. ഈ സുവിശേഷകന്മാരിത് കണ്ടതാ. പൗലോസിന് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പൗലോസും ഇത് കണ്ടു എന്ന് താൻ അവകാശപ്പെടുന്നുണ്ട്. ഞാൻ യേശുവിനെ കണ്ടിട്ടില്ലയോ എന്ന് താൻ ചോദിക്കുന്നുണ്ട്. തനിക്കത് നന്നായിട്ടറിയാം. പക്ഷെങ്കിൽ ഈ ജ്ഞാനിയായിരുന്ന അല്ലെങ്കിൽ ജ്ഞാനിയാകുന്ന, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തുണ്ടെന്ന് ഒരു അധികാരസ്ഥൻ തന്നോട് പറഞ്ഞ, യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ അതീവ പ്രാവീണ്യമുള്ള, ക്രൂശിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് ചെറുപ്പം മുതലേ പഠിച്ചു വന്ന ഈ പൗലോസിനും ഒരു കാര്യം ഉറപ്പ. എന്താണ് ആ കാര്യം? ഇന്ന് ക്രൂശിന്മേൽ തൂങ്ങുന്നവനായി ഈ യേശുവിനെ കണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഈ ക്രിസ്തു രാജാധിരാജാവും കർത്താധികർത്താവും എന്നേക്കും വാഴുന്നവനായി ഈ ലോകത്തിന്റെ സകല രാജത്വവും നമ്മുടെ കർത്താവിനെന്ന് പറയുന്ന ദിവസം വരുമെന്ന് ഇവർക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുന്ന ഒരു കാലം വരുന്നു. അവൻ എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ പൗലോസ് ക്രൂശിൽ പ്രശംസിച്ചതിന്റെ ഒന്നാമത്തെ കാരണം, ക്രൂശ സകലത്തിന്റെയും അടിസ്ഥാനം. ക്രൂശിലൂടെയാണ് ദൈവം മഹത്വം എടുക്കുന്നത്.
ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിലോട്ട് വന്നാൽ ഈ ക്രൂശിലൊഴികെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ നമുക്കിടയാകുകയില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ബാക്കി വിഷയങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ പകൽ സമയം ഹല്ലേലൂയ എനിക്കറിയാം വളരെ അടിസ്ഥാനപരവും ലളിതവും അതേസമയം തന്നെ ഗൗരവമുള്ള വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയെ പതറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിൽ നമുക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാനായി തന്നെത്താൻ ഏൽപ്പിച്ചു തരികയും പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മെ സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് തന്റെ പുത്രനെ അയക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ആ ക്രൂശിൽ മരിക്കുകയും ഹല്ലേലൂയ കൃപയും സമാധാനവും ഭൂമിയിൽ സ്വർഗജീവിതം ആരംഭിപ്പാനായിട്ട് ആവിയെ പരിശുദ്ധാത്മാവിനെ അതുകൊണ്ട് മാത്രം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ഇനിയും രാജാധിരാജാവായി എല്ലാ കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും യേശുവിനെ കാണും. ഇതാ അവിടുന്ന് മേഘാരൂഢനായി വരുന്നു. രാജാധിരാജാവായി എന്നേക്കും സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും സ്വീകരിപ്പാൻ യോഗ്യനായിരിക്കുന്ന കർത്താവ് കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാൽ ഹല്ലേലൂയ കർത്താവിന്റെ മഹിമയ്ക്ക് മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാം. ദൈവരാജ്യത്തിന്റെ അംഗങ്ങളെന്ന നിലയിൽ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പണ്ട് ഈ ലോകം എനിക്ക് സന്തോഷം തന്നിരുന്നതൊന്നും ഇന്നെനിക്ക് സന്തോഷം തരുന്നില്ല. കാരണം അതെന്നേ ക്രൂശിക്കപ്പെട്ടു. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. എനിക്കിനിയും പ്രശംസിപ്പാനൊന്നുമില്ല. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയാകുന്നത് അത്രേ കാര്യം. പുറമേ ഒന്നും എനിക്ക് പ്രശംസിപ്പാനും പുകഴുവാനുമില്ല. ദൈവപാദപീഠത്തിൽ നമ്മെ ഏൽപ്പിക്കാം. സഹോദരന്മാരിലൊരാളുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും ലോകമ്പാടുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു.